BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പുതിയ KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വവും സജീവമായി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കേരളത്തിലെത്തി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവരുടെ അഭിപ്രായവും തേടിയിരുന്നു. ഇനി പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം നേതാക്കളെ ഡൽഹിയിലേക്കും വിളിപ്പിച്ചും ചർച്ച നടത്തിയാവും അന്തിമ തീരുമാനമെടുക്കുക. ഇതിനിടയിൽ പല പ്രമുഖ നേതാക്കളും തങ്ങൾക്ക് ഈ സ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വരുന്നുമുണ്ട്. ജാതി നോക്കി KPCC അധ്യക്ഷനാക്കിയവരെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായില്ലെന്നും അടിമുടി പുനഃസംഘടനയില്ലെങ്കിൽ പാർട്ടി നശിക്കുമെന്നുമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയുന്നത്. KPCC അധ്യക്ഷനാകാൻ തനിക്ക് അവസരം നൽകണമെന്ന് ആവർത്തിച്ച് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. 1978 മുതലുള്ള തന്റെ പ്രവർത്തന പാരമ്പര്യം ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്നും ജാതീയ സമവാക്യങ്ങൾ നോക്കി അധ്യക്ഷനെ തീരുമാനിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെയും ആവശ്യമുന്നയിച്ചിരുന്നു. നിലവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, ജോസഫ് വാഴക്കൻ ഈ 3 പേരുകളാണ് മുഴുവൻ സമയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ഇതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മുന്നണി കൺവീനർ സ്ഥാനത്തേക്കും ആലോചിക്കുന്നുണ്ട്. അതേസമയം പാർലമെന്ററി പദവി വഹിക്കുന്നവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ചകൾക്ക് UDF തുടക്കമിട്ട് കഴിഞ്ഞതാണ്. ഈ മാസം അവസാനത്തോടെ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ദീപാദാസ് മുൻഷിയെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിരുന്നു. കർണാടക മന്ത്രിസഭ വികസനം പൂർത്തിയാക്കിയതിനു ശേഷം അന്തിമ ചർച്ച നടക്കുന്നതായിരിക്കും. തീരുമാനം വേഗത്തിലെടുക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഉദ്ദേശിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ എല്ലാം കലങ്ങി തെളിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.